GCC രാജ്യങ്ങളുടെ വിശ്വാസ്യത മുഴുവൻ പിടിച്ചുപറ്റി ഡോളറിൽ വിനിമയം നടത്തുന്നു. പകരമായി GCC രാജ്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നു. ഇതുവരെയുള്ള അമേരിക്കയുടെ നടത്തിപ്പ് രീതി ഈ ഒരു തരത്തിലായിരുന്നു. എന്നാൽ GCC രാജ്യങ്ങൾ ഒന്നടങ്കം പറയുന്നു അമേരിക്ക ചതിയരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന വാക്കിന് വിലയില്ലാത്തവനാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ മുൻകാല പ്രസിഡന്റുമാരാരും ഇത്തരത്തിൽ പഴി കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സാരാംശം. അദ്ദേഹം തന്നെ സ്വയം പുകഴ്ത്തി പറയുന്നത്, ഞാൻ നോബൽ സമ്മാനത്തിന് എന്തുകൊണ്ട് അർഹനല്ലാതാകുന്നു, സമാധാനത്തിനുള്ള, കാരണം ഞാൻ കാരണമാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന രീതിയിലാണ് മൂലം കുലുക്കി പക്ഷിയെ പോലെ ഡൊണാൾഡ് ട്രംപ് ഇരുന്നു കൊണ്ട് പ്രസ്താവിക്കുന്നത്. ട്രംപ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വെറും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി മാത്രമാണ്, നിങ്ങൾ ലോക പ്രസിഡന്റ് അല്ല. നിങ്ങൾ US എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മാത്രം പ്രസിഡന്റാണ്. അതുപോലെ 200ഓളം രാജ്യങ്ങളുണ്ട്. ആ 200ഓളം രാജ്യങ്ങളെ അടിച്ചമർത്തിക്കളയാം, ചോദ്യം ചെയ്യാം, അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാം എന്നുള്ളത് നിങ്ങളുടെ വെറും വ്യാമോഹവും ജൽപ്പനവും മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ. GCC രാജ്യങ്ങൾ ഒരു കാര്യം കൂടി തീരുമാനിച്ചിരിക്കുന്നു, ട്രംപുമായുള്ള ആശയവിനിമയം പരമാവധി വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ്. കാരണം അവർ പറയുന്ന നിലപാടുകൾ നാളെയോ മറ്റന്നാളെയോ മാറ്റിമറിക്കും. ഒരു വാക്കിനും വിലയില്ലാത്ത, സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയോട് സ്ഥലകാല ബോധമില്ലാതെ, സമകാല ബോധമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുക? മസൂദ് പെസകിയാൻ എന്ന ഇറാന്റെ പ്രസിഡന്റ് തന്നെ GCC രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്, നിങ്ങൾ ട്രംപിനെ ചെവി കൊൾക്കാതിരിക്കുക. കാരണം അദ്ദേഹം ഏതാനും മാസങ്ങൾക്കകം സ്ഥാനമൊഴിയുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പോലും കഴിയില്ല. പിന്നീട് അമേരിക്കയുടെ നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് GCC രാജ്യങ്ങൾ ഒന്ന് കരുതലോടെ മുന്നോട്ട് പോകുന്നത്. സൗദി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. GCC രാജ്യങ്ങൾ കടുത്ത നടപടിക്ക് ഒരുങ്ങിയാൽ ഒരുപക്ഷെ സൗദി പുറത്തായേക്കാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കയുടെ നയങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളിൽ ഡെമോക്രാറ്റിക് പാർട്ടി, പ്രത്യേകിച്ചും അമേരിക്കയുടെ സെനറ്റിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും ശക്തമായി തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എതിർക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഐഡിയോളജി പോലുമല്ല എന്നുള്ളത് മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൈക്ക് പെൻസ് പോലും പറയുന്നുണ്ട്. കാരണം ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലാണ് മൈക്ക് പെൻസിനെ മത്സരിക്കാൻ സഹമത്സരാർത്ഥിയായി കൊണ്ടുവരാതെ പകരം JD വാൻസ് എന്ന ട്രംപിന്റെ കുഴലൂത്തുകാരനെ പിടിച്ച് ഉപരാഷ്ട്രപതിയാക്കി, അതായത് വൈസ് പ്രസിഡന്റ് ആക്കിയത്. JD വാൻസ് ട്രംപ് കൂടെ ആണല്ലോ ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളോഡിമിർ സെലൻസ്കിയെ പരിഹസിച്ചും കളിയാക്കിയും വിട്ടത്. നോക്കൂ, ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ പരിഹസിക്കാൻ മാത്രം വൈസ് പ്രസിഡന്റിന് ആരാണ് അധികാരം കൊടുത്തത്?